സാറിന്റെ ചെറുപ്പകാലത്തിനെ കൂടി ചോദിക്കുകയാണെങ്കിൽ സ്കൂളിൽ അന്നും വളരെ ഫേമസ് ആയിരുന്നു തീപ്പൊരി പ്രസംഗത്തിനെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ പഠിച്ചത് ചെന്നിത്തല തൃപ്പരുന്തുറ LP സ്കൂളിലാണ്. മൂന്നാം ക്ലാസ് ആയപ്പോഴത്തേക്ക് ആ സ്കൂളിൽ അന്ന് ടീച്ചേഴ്സ് എല്ലാം കൂടെ ഈ വെള്ളിയാഴ്ച ഒരു സ്കൂൾ മീറ്റിംഗ് ഒക്കെ അവിടെ നടത്തുമല്ലോ. അപ്പോൾ എന്നെ അധ്യക്ഷനാക്കിയാണ്. ലീഡർമാരി. അതെ, സ്കൂളിൽ ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അച്ഛനാണ് എനിക്ക് എഴുതി തരുന്നത് പ്രസംഗം. അതാണ് എൻ്റെ ആദ്യത്തെ പ്രസംഗം. പിന്നെ നാടകത്തിലൊക്കെ അഭിനയിപ്പിക്കും. അന്ന് ചേരമാൻ പെരുമാളായിട്ട്, മാർത്താണ്ഡ ഓർമ്മയായിട്ട്, പിന്നെ സ്ത്രീ വേഷം കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള നല്ല. പിന്നെ എല്ലാ ദിവസവും ഞങ്ങൾക്ക് ക്ലബ് ഉണ്ടായിരുന്നു അവിടെ. ബാലജൻ ഞങ്ങളുടെ വിക്ടറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് തൃപ്പരന്തര സ്കൂളിനടുത്ത്. അത് തന്നെ ഞങ്ങൾ അതിനൊരു ബാലയൻസിക്കും കൂടെ ഉണ്ടായി. മലയാള മനോരമ അഖില കേരള ബാലയൻസൊക്കെയാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഓണത്തിനൊരു പറ നെല്ല് അന്ന് ഉമ്മൻചാണ്ടി കേശുവിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് ഓണത്തിനൊരു പറ നെല്ല് എന്ന് പറയുന്ന ഒരു പദ്ധതി ആരംഭിച്ചു. അവിടെ നിന്നാണ് എൻ്റെ രാഷ്ട്രീയത്തിലേക്കുള്ള തുടക്കം. അപ്പോൾ അന്ന് വിത്തും വളമായിട്ടാണ് ഇവർ രാധാകൃഷ്ണനും ശ്രീ കേരളവർമ്മയൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ സ്കൂളിൻ്റെ തൊട്ടടുത്തൊരു ഒരു പ്ലോട്ട് കണ്ടെത്തി അവിടെ നമ്മളിത് ചെയ്തു. അവിടെ വിജയമായിരുന്നു. അപ്പോൾ ആളുകൾക്ക് എന്നെ ശ്രദ്ധിക്കാൻ, ഞാൻ ഇതിന് മുൻകൈയൊക്കെ എടുത്തപ്പോൾ എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ പൊതു ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു അവസരം. സ്കൂളിൽ നല്ല വിദ്യാർത്ഥിയായിരുന്നു, നന്നായിട്ടൊക്കെ പഠിക്കുമായിരുന്നു. പക്ഷെ പിന്നെ ക്ലാസ് കട്ട് ചെയ്യുക, സമരം നടത്തുക, ഇതൊക്കെ ആയപ്പോഴത്തേക്ക് ചിലരൊക്കെ പറഞ്ഞത് പോക്കാണ്. അതുകൊണ്ടാണോ ബിഷപ്പ് കോളേജിൽ അഡ്മിഷൻ കിട്ടായിരുന്നു? കിട്ടാരെന്ന് വെച്ചാൽ ഞാൻ അന്ന് കേശുവിന് ജില്ലാ ട്രഷറാണ്. എല്ലാവരും പറഞ്ഞത് പോക്കാണ്, നീ പഠിക്കത്തില്ല, മാഷിന്റെ മകൻ അല്ലേ? അതെ, നല്ല അധ്യാപകന്റെ മകനാണ്, ഇവൻ പിഴച്ചു പോയല്ലോ, ഇനിയിപ്പോൾ രക്ഷയില്ല, ഇങ്ങനെയൊക്കെ ക്ലാസ്സിൽ കയറത്തില്ല, ഇങ്ങനെ സമരമായിട്ട് നടക്കുകയാണ്, കല്ലിന്റെ മുകളിൽ കയറി നിന്ന് പ്രസംഗിക്കുന്നു. അതൊക്കെ അപ്പം നമ്മുടെ നാട്ടിൽ വലിയ തെറ്റായ കാര്യമാണ്. അപ്പോൾ വീട്ടിലൊന്ന് പ്രഷർ ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ വീട്ടിൽ പൂട്ടിയിട്ടുണ്ട് പോകാതിരിക്കാൻ വേണ്ടി. ആണോ? എന്നിട്ട് പോയോ? എന്നിട്ട് ഞാൻ പോയി, അത് ചാടി പോയിട്ടുണ്ട് ഞാൻ. അപ്പോൾ എന്നെ വീട്ടിൽ പൂട്ടിയിട്ടുണ്ട്, ഇനി പോകരുത്, ഇതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമാണ്, വഴിപിഴച്ച് പോകും, പഠിക്കുന്ന സമയത്ത് ഇങ്ങനൊന്നും പാടില്ല, അതുകൊണ്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കഥയൊക്കെ ഇട്ട് പൂട്ടിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ പിന്നെ തുറന്ന് ഞാൻ പോയിട്ടുണ്ട്. അനിയന്മാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലേ എന്നെ കണ്ട് പഠിക്കരുതെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് അവരാരും രാഷ്ട്രീയത്തിലൂടെ വന്നിട്ടുമില്ല, അവർ വന്നിട്ടില്ല. ഇപ്പം അമ്മ എന്താ പറയണേ? ഇപ്പോൾ അവർക്കൊക്കെ സന്തോഷം. ആദ്യം ഞാൻ MLA ആയി വരുമ്പോഴത്തേക്കാണ് ഒരു അത് വന്നപ്പോൾ ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങി. വായന എങ്ങനെയായിരുന്നു ആ കാലത്ത്? നന്നായിട്ട് വായിക്കുമായിരുന്നു. എന്നെ അച്ഛനാണ് ആദ്യമായിട്ട് ചെന്നിത്തല കലാപോഷണി, തൃപ്പരന്തര കലാപോഷണി ഗ്രന്ഥശാലയിൽ ആദ്യമായിട്ട് കൊണ്ടുപോകുന്നു. എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ പിന്നെ MB ആയപ്പോൾ അതിനുവേണ്ടി ഒരു പുതിയ കെട്ടിടം ഉണ്ടായിക്കൊടുത്തു, MB ഫണ്ടിൽ നിന്ന് കലാപോഷണി. എൻ്റെ ചെന്നിത്തലയിലുള്ള എല്ലാ വായനശാലകൾക്ക് ഞാൻ കെട്ടിടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരെണ്ണത്തിന് മാത്രം കൊടുക്കാൻ കഴിഞ്ഞില്ല. പല സാഹിത്യങ്ങളാണ് ആദ്യം ഞാൻ വായിക്കും. പിന്നെ ഡിറ്റക്റ്റീവ് നോവലായി. ആ ഡിറ്റക്റ്റീവ് നോവൽ വലിയ ഇഷ്ടമായിരുന്നു. ആ ഡിറ്റക്റ്റീവ് നോവൽ വായിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ സീരിയസ് ആയിട്ടുള്ള വായിക്കുമായിരുന്നു. നിരന്തരം ഒത്തിരി പുസ്തകങ്ങൾ ആ കാലത്ത് വായിക്കാൻ നമുക്ക് കഴിഞ്ഞു. അപ്പോൾ അത്രമാത്രം ഒരു സാംസ്കാരിക പൈതൃകമുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ എൻ്റെ പ്രവർത്തന മേഖല മുഴുവൻ ഹരിപ്പാടായിരുന്നു. അതുവരെ കോൺഗ്രസ് ജയിക്കാത്ത സ്ഥലമാണ്. അപ്പോൾ ഒരു ഫൈറ്റിന് വേണ്ടി എന്നെ ഇട്ടതാണ്. പക്ഷേ ഞാൻ ശ്രീകുമാരൻ തമ്പിയുടെ ജ്യേഷ്ഠനാണ് PG തമ്പി. അദ്ദേഹം ഇപ്പം മറ്റേ ഇതായിരുന്നു പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് ഇരുന്നല്ലോ. അപ്പം ഡയറക്ടർ ഓഫ് പബ്ലിക് പ്രോസിക്യൂഷൻ ഇപ്പോൾ രാജിവെച്ചപ്പോൾ ഞാൻ വിളിച്ചിരുന്നു കേട്ടോ. ഞാൻ നല്ല ബന്ധമാണ്, എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. വളരെ നല്ല ഫ്രാങ്കായി കാര്യങ്ങൾ പറയുന്ന ആളാണ്. അപ്പോൾ ആളുകൾ പറഞ്ഞത് വട്ട് കളിക്കാൻ പോകുന്ന ഈ പയ്യനെ എന്തിനാണ് വിടുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ എല്ലായിടും എനിക്ക് വട്ടുമാലയായിരുന്നു എല്ലായിടും കിട്ടിക്കൊണ്ടത്. ഈ പുന്നയ്ക്ക വട്ട് കൊണ്ടുള്ള മാലയായിരുന്നു കിട്ടിക്കുന്നത്. ഈ വട്ട് കളിക്കാൻ പോകുന്ന പയ്യനെ എന്തിനാണ്, ആരാ വോട്ട് ചെയ്യുന്നതെന്നൊക്കെ ആയിരുന്നു പ്രചരണം. പിന്നെ എല്ലാ സ്ഥലത്തും എനിക്ക് വട്ടുമാലകളാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം അരിപ്പാടാണ് എൻ്റെ കർമ്മരംഗം. അത് ഒരിക്കലും ഞാൻ മറക്കത്തില്ല. ഞാൻ മന്ത്രിയായപ്പോഴും ഞാൻ അരിപ്പാട് തന്നെയാണ്. ഇപ്പം അരിപ്പാട് MLA ശ്രീ ബാബു പ്രസാദാണ്. അത് ഞാനുമായിട്ട് എൻ്റെ ഒരു അനിയനെ പോലെയാണ്. അരിപ്പാടുള്ള ഓരോ വ്യക്തിയും, അത് രാഷ്ട്രീയമൊന്നുമില്ല, എനിക്ക് എല്ലാവരും അത്രയും ഇഷ്ടമാണ്. സിനിമ കാണാറുണ്ട്, അവസരം കിട്ടിയാൽ കാണും. ചിലപ്പോൾ രാത്രിയിലായിരിക്കും കാണുന്നതല്ലേ, രാത്രി ഈ TV കൂടി. എന്തെങ്കിലും ഈ അടുത്ത കാലത്ത് ഒരു സിനിമ ഒരു വളരെ ഇഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ടോ? ഒരേ കടൽ എന്ന സിനിമ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. ഒരേ കടൽ എന്നെ എനിക്ക് അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകളിൽ ഏറ്റവും എന്നെ ടച്ച് ചെയ്തൊരു സിനിമയാണ്, എനിക്ക് വളരെ ഇഷ്ടമായി. വൈഫ് ഡൽഹിയിലാണെന്ന് അറിയാം, ഒരു മകനും ഡൽഹി പഠിക്കുന്നു, മറ്റേ മകൻ ഇവിടെ ഡോക്ടറാവാൻ പഠിക്കുന്നു. അപ്പോൾ ഈ ഫാമിലി റീയൂണിയൻ എപ്പോഴാണ്? അതൊരു പ്രശ്നമാണ്. അതിപ്പം ഞാൻ കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ 24 hours ഇങ്ങനെ ഓട്ടമാണ്. അപ്പോൾ ആ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കുക. അറേഞ്ച്ഡ് മാരേജാണ്. വൈഫിൻ്റെ വീട് തൊടുപുഴി, അനിത എന്ന പേര്, തൊടുപുഴിയാണ് വീട്. ഞങ്ങൾ അറേഞ്ച്ഡ് മാരേജാണ്. പുള്ളിക്കാരിയുടെ ഒരു സപ്പോർട്ടാണ് എൻ്റെ വിജയരഹസ്യം എന്ന് പറയുന്നത്. കാരണം അങ്ങനെ വലിയ പരാതികളോ പരിഭവങ്ങളോ ഇല്ലാതെ 24 മണിക്കൂറും ഞാൻ വെളിയിലാണെങ്കിലും കുടുംബത്തെ നോക്കുന്ന കാര്യത്തിൽ
പുള്ളിക്കാരി കാണിച്ച ശ്രദ്ധയാണ് എൻ്റെ രാഷ്ട്രീയ വിജയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. ഈ വരുന്ന ഇലക്ഷനിൽ കോൺഗ്രസിന്റെ UDFന്റെ വിജയ സാധ്യത എന്താണ് സർ? പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നല്ല വിജയം ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈശ്വര വിശ്വാസം എങ്ങനെ? എല്ലാ മാസം 1-ാം തീയതി അമ്പലത്തിൽ പോകും, അങ്ങനെയൊക്കെ ഉണ്ടോ? എല്ലാ മാസവും 1-ാം തീയതി പോകാൻ ചിലപ്പോൾ പറ്റുന്നില്ല. ഞാൻ എൻ്റെ ഏറ്റവും വലിയ ഒഴിവ് വേളകളിൽ ഞാൻ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണിത്. എനിക്ക് കിട്ടുന്ന അവസരങ്ങൾ ഇപ്പോൾ ഏത് സ്റ്റേറ്റിൽ പോയാലും, പണ്ടും അങ്ങനെയാണ്, നാഷണൽ ലെവലിൽ പ്രവർത്തിക്കുമ്പോഴും ഇപ്പോൾ ഭുവനേശ്വർ പോയാൽ പുരിയിലൊന്ന് പോകും, വാരണാസി പോയാൽ കാശിയിലൊന്ന് പോകും, അലഹബാദിൽ പോയാൽ ത്രിവേണിയിലൊന്ന് പോകും, അതുപോലെ തന്നെ ഇൻഡോറിൽ പോയാൽ മഹാകാലേശ്വറിലൊന്ന് പോകും. അതൊരു ഭാഗ്യം സർ, ഭയങ്കര ഭാഗ്യമാണ്. ഞാൻ അതുകൊണ്ടാണ് ഈ സ്ഥാനങ്ങൾ കിട്ടുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഈ സ്ഥലങ്ങളിലെല്ലാം പോകാൻ കഴിഞ്ഞ് അവിടുത്തെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ കഴിയും. അതുപോലെ തന്നെ രാജസ്ഥാനിൽ പോയ, ജയ്പൂരിൽ പോയ ഒരു ദർഗയുണ്ട് അവിടെ, അജ്മീർ ദർഗ. അവിടെ ഈ മുസ്ലിം ഏറ്റവും കൂടുതൽ പോകുന്ന സ്ഥലമാണ്. അവിടെ ഞാൻ പോയിട്ട് ഈ ചാദർ എന്ന് പറഞ്ഞാൽ ഹിന്ദി അവരുടെ ആ ഇതില്ലേ പുതപ്പ് വിരിക്കാറുണ്ട്. അതിനപ്പുറത്ത് തന്നെയാണ് നമ്മുടെ ബ്രഹ്മാവിൻ്റെ ഒരു അമ്പലം, ലോകത്തെ ബ്രഹ്മാവിൻ്റെ ഒറ്റ അമ്പലമേ ഉള്ളൂ, പുഷ്കർ എന്ന് പുഷ്കർ. അവിടെ പോകും. എല്ലാ ദൈവങ്ങളും ഒന്നാണെന്ന് എൻ്റെ വിശ്വാസം. നമ്മൾ ചിലർ ഈശ്വര ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട്. പെട്ടെന്നൊരു ദൈവത്തിന്റെ പേര് ഏതാ മനസ്സിൽ വരിക? ഗുരുവായൂരപ്പനാണോ? ഗുരുവായൂരപ്പൻ. അതേസമയം കുടുംബക്ഷേത്രവും അതുപോലെ തന്നെ. പിന്നെ അതുപോലെ തന്നെ ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഞാൻ പോയി. എനിക്ക് മനസ്സിൽ വിഷമമുള്ളപ്പം, എൻ്റെ മനസ്സിൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ എനിക്ക് ഹരിപ്പാട് ചെന്നാൽ തീരും. സാർ, ഇത്രയും തിരക്കിൽ കുറച്ച് നേരം ഞങ്ങൾക്കായി തന്ന് ഇത്രയും നന്നായി സംസാരിക്കാൻ വളരെ സന്തോഷമുണ്ട്. സാറിൻ്റെ ഇനിയുള്ള രാഷ്ട്രീയ ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്.